ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വെരി സിമ്പിളായിട്ടും ഈസി ആയിട്ടും കവർ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് തേച്ചെടുക്കണം. അപ്പോൾ തേക്കാനായിട്ട് ആദ്യം തന്നെ ഇത് ഒരു കവർ നാലായിട്ട് മടക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ പേപ്പറിൽ വെച്ചിട്ടൊന്ന് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തേച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ഉരുകി പിടിച്ച് നല്ല കട്ടിയായിട്ട് മാറും ഇങ്ങനെ തേച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് നല്ല കട്ടിയിൽ വന്നു. ഇനി അത് വെട്ടി 3-4 കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുക്കാം. ഇത് പല പല വീതിയിലും നീളത്തിലും ആണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് പൂക്കൾ മടക്കുന്നത് പോലെ മടക്കി രണ്ടാമത് മടക്കി ഇതൊന്ന് വെട്ടിയെടുക്കണം. നമുക്കിതിൻ്റെ ഓരോ ഇതളും തിരിച്ചെടുക്കണം. ഓരോ ഇതളുകളും ഇങ്ങനെ വെട്ടി തിരിച്ചെടുത്തിട്ട് മടക്കിയെടുക്കാം. വെരി സിമ്പിളായിട്ടിത് ചെയ്യാവുന്നതാണ്. നമുക്കത് കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മമാരുടെയൊക്കെ അനുഭവത്തോടും അവരുടെ കൂട്ടായും ചെയ്യുന്നതായിരിക്കും നല്ലത്. തീരെ അല്ലെങ്കിൽ അവർക്കൊക്കെ ചെയ്തെടുക്കാം. സ്കൂളുകൾക്കും മറ്റേ നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാനായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മളതിന് പേപ്പർ മേടിച്ച് ഇത് എടുക്കാനൊന്നും പോകണ്ട. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് പൂക്കളൊക്കെ ചെയ്തെടുക്കാം. നമ്മുടെ മുറികൾ അലങ്കരിച്ചെടുക്കാം. നല്ല ഭംഗിയിൽ ഇത് തന്നിട്ട് ഇങ്ങനെ ഉള്ളൊക്കെ വെട്ടി നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഏത് കളറും വെച്ച് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് മഞ്ഞയായിരുന്നു കവറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ പൂ ഉണ്ടാക്കിയത്. ഇതിനുണ്ടെങ്കിൽ നീല ഉണ്ടാക്കാം, പച്ച ഉണ്ടാക്കാം, റോസ് ഉണ്ടാക്കാം. ഏത് കളറാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കളർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വെട്ടി ഇതായിട്ടുണ്ടാക്കാം. ഇതെല്ലാം കൂടെ വെട്ടി ഓരോന്ന് ഇതളുകളാക്കാം. എന്നിട്ട് ഇതൊന്ന് ശകലം ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ കൂർത്ത ഇതുകളുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് സാധാരണ പതുക്കെ ഒന്ന് പശ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ഇതളുകളും ഒട്ടിച്ചെടുക്കണം. എല്ലാ ഇതളുകളും ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നല്ല ഭംഗിയതൊന്ന് ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ എൻ്റെ കൈമയൊക്കെയായി കുറേ ആയിരുന്നു. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഈസി ആയിട്ട് ഉണങ്ങി കിട്ടും. ഇതിൻ്റെ ചൂടുള്ള പശയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ. അല്ലാത്ത പശയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പശ വെച്ചിട്ട് ശകലം കൂടെ റൗണ്ടാക്കി പശ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഇതളുകൾ വയ്ക്കുക. അതിൻ്റെ കൂടെ നടുവിൽ പിന്നെയും പശ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഇതിൽ വയ്ക്കുക. എന്നിട്ട് ഒരു കുറച്ചും കൂടി പശ ലാസ്റ്റ് ഇതളുകൾ വയ്ക്കുക. അത് കഴിഞ്ഞാൽ ആ കവർ തന്നെ നമ്മൾ കട്ടിയിൽ ഇത് ചെയ്യുന്ന കവർ തന്നെ നീളത്തിലെടുത്തിട്ട് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. നമുക്ക് നടുവിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ട് വെട്ടി കൊടുത്ത് ഒന്ന് മടക്കി തിരിച്ചെടുക്കണം. നല്ല ഭംഗിയിൽ തിരിച്ചതിന് വരും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒട്ടിച്ച് കൊടുക്കാം. പൂവിൻ്റെ നല്ല ഭംഗിയുണ്ടത് ഇതിങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. പല സൈസ് പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം എൻ്റെ യൂട്യൂബിൽ 2-3 സൈസ് പൂക്കൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ച് ഉണ്ടാക്കുന്ന പൂക്കൾ. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഉള്ള കവറുകളാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തത് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇല ഉണ്ടാക്കാം. ഇത് ഞാൻ പച്ച കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ ഇട്ടിട്ട് തേച്ചെടുത്ത് കട്ടിയിലാക്കി എടുത്തതാണ്. ഇതിപ്പോൾ ഇലയുടെ ഷേപ്പിൽ നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് വെട്ടി എല്ലാം ഒന്ന് ഇത്തിരി കൂടെ ചെറുതായിട്ടൊന്ന് വെട്ടി എടുക്കണം. എല്ലാ ഷേപ്പിലായിട്ട് വെട്ടിയെടുക്കാം. സിമ്പിളായിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ സൈഡൊന്ന് വെട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒന്ന് ഒരുക്കിയെടുക്കുക. അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന്
ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ കത്തിപ്പോവും അധികം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു 2-3 ഇത് കവറുകൾ മടക്കി, ഒരു കവർ തന്നെ മടക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇത്തിരി കട്ടിയുണ്ട്. അതുകൊണ്ട് നല്ല പൂവായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് നമ്മുടെ ഇത് അദ്ദേഹം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഇതുപോലെ തന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ